ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്ന നമ്മളുടെ മക്കൾക്ക് കൊടുത്തു വിടാൻ പറ്റിയ 3 റെസിപ്പീസാണ് ഇന്ന് കാണിച്ചിരുന്നത്. 3 മാസം വരെ കേടാകാതെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഒരു സബ്സ്ക്രൈബറുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുള്ളത്. ഹോസ്റ്റലിൽ പോകുന്ന കുട്ടികൾക്കും അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ജോലി ചെയ്യുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു പാനിലേക്ക് ആദ്യം തന്നെ 1 സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ അല്ലെങ്കിൽ നെയ്യ് തന്നെ ചേർക്കണം. അതിലേക്ക് കടുക്, അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുക. ക്യാരറ്റ് ചെറുതായി നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ. അതും കടുകിൻ്റെ കൂടെ തന്നെ ചേർക്കണം. ഇപ്പോൾ ഇതുപോലെ നന്നായി വറുത്ത് നല്ല ഇളം ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് വറുത്തെടുക്കണം. അതാണ് കേട്ടോ ഇതിൻ്റെ പാകം. കാരണം അല്ലെങ്കിൽ ഇതിന് ഫംഗസ് വരാൻ സാധ്യതയുണ്ട്. വെജിറ്റബിൾസ് നന്നായി വറുത്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് നിലക്കടലയും അതേപോലെ മുളക് പൊട്ടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എല്ലാം തന്നെ നന്നായി ഫ്രൈ ചെയ്ത് വേണം നമ്മൾ എടുക്കാൻ. അപ്പം എല്ലാം നന്നായി ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അവൽ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 1 മിനിറ്റ് സമയം നമുക്ക് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. അതിനിടയിൽ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാനായി ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇത് കൃത്യം 1 മിനിറ്റ് സമയം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായി വറുത്തെടുത്തതാണ് കേട്ടോ. ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ഞാൻ 3 റെസിപ്പി ചെയ്തതിന് ശേഷം പറഞ്ഞു തരാം. 2 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം. അതിന് വേണ്ടി ഞാൻ റവ, സാമ്പാർ പരിപ്പ്, മസൂർ ദാൽ, ഉഴുന്നുപരിപ്പ്, ഗ്രീൻ ചില്ലി, നിലക്കടല, കാഷ്യൂനട്ട് ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഇട്ട് ഈ റവ ഒന്ന് വറുത്തെടുക്കണം. റവ തീരെ ചെറിയ തരിയാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. അഥവാ നിങ്ങളുടെ കയ്യിലുള്ള റവ വലിയ തരി ആണെങ്കിൽ അത് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അതിന് ശേഷം വേണം ഇത് വറുത്തെടുക്കാൻ. ഇത് 5 മിനിറ്റ് ഞാൻ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെയാണ് കേട്ടോ ഞാൻ വറുത്തെടുത്തത്. ഇപ്പോൾ റവയുടെ കളറൊക്കെ ഇതുപോലെ മാറി കിട്ടണം നമുക്ക്. അതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അതേ പാൻ ഒന്ന് തുടച്ച് ആ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1 സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ അല്ലെങ്കിൽ നെയ്യ് തന്നെ വേണം. കാരണം ഞാനിത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി സൂക്ഷിച്ചിരുന്നു. പക്ഷേ ഇത്ര നാളധികം നിൽക്കുന്നില്ല, ചെറിയൊരു മണം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ചേർക്കണം എന്ന് പറയുന്നത് കേട്ടോ. ഇനി കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കടുകിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഇനി പച്ചമുളക് കളറൊക്കെ മാറി നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് വഴറ്റി കൊടുക്കണം. അപ്പോൾ എല്ലാം തന്നെ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പരിപ്പ് വർഗ്ഗങ്ങൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഉഴുന്ന് പരിപ്പും പിന്നെ മസൂർ ദാലും സാമ്പാർ പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഫ്രൈ ആവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. സാധാരണ നമ്മൾ ഉപ്പുമാവിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫ്രൈ ചെയ്യുന്നുണ്ടല്ലോ, അതിനും കുറച്ച് കൂടുതൽ സമയം ഇതൊന്ന് ഫ്രൈ ചെയ്യണം. ഇനി ഇതിലേക്ക് കുറച്ച് നിലക്കടല ചേർത്ത് കൊടുക്കാം. നമ്മൾ വാങ്ങിക്കുമ്പോൾ വറുത്ത നിലക്കടല തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇതിലേക്ക് നിലക്കടലയും പിന്നെ കാഷ്യൂനട്ട് ഞാൻ 2ആയി മുറിച്ചെടുത്തിട്ടുണ്ട്. 2-3 പീസസായി മുറിച്ചെടുക്കാം. അതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇതും ഒന്ന് വറുത്തെടുക്കാം. ഇതും കൂടി കുറച്ച് ഫ്രൈ ആകുമ്പോൾ നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഉപ്പുമാവിൻ്റെ പ്രീമിക്സ് ആണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. വെള്ള കളറാണെന്ന് ഇഷ്ടമെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഞാനൊരു 2 മിനിറ്റ് സമയം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതും കൂടി ചേർത്ത് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1.25 സ്പൂൺ ഉപ്പ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. ആ സമയത്ത് ഒന്നും തന്നെ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എല്ലാം തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തണുക്കാനായി ഒന്ന് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി റെഡിയാക്കേണ്ടതെന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം. അടുത്തത് ഇപ്പോൾ കുട്ടികൾക്ക് സ്വീറ്റ് കഴിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വീറ്റ് വാങ്ങി വെക്കുന്നതിലും ഇതുപോലെ ഇല്ല പ്രീമിക്സ് ഉണ്ടാക്കി കൊണ്ടുപോയാൽ മതി കേട്ടോ. അതിന് വേണ്ടി ഞാൻ റവ വറുത്തെടുക്കുന്നുണ്ട്.
ഇത് സീറേൻ്റെ പ്രീമിക്സാണ് ഞാൻ കാണിച്ചു തരുന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്കൊരു 3 മാസം വരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് 5 മിനിറ്റ് സമയം ഈ റവ ഒന്ന് വറുത്തെടുക്കണം. അതിന് ശേഷം അതേ പാനിലേക്ക് ഞാൻ 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് കാഷ്യൂ നട്ട്സും പിന്നെ നമ്മുടെ കയ്യിലുള്ള ഡ്രൈ നട്ട്സോ റേസിൻസോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ ബദാം പിസ്ത ഇതൊക്കെ ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ബദാമും റേസിൻസും ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ കയ്യിലുണ്ടെങ്കിൽ. ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയി വരുമ്പം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. റവ കുറച്ച് ഇളം റെഡ് കളർ വരെ ആയിട്ടുണ്ട്. അത്രയും നന്നായി വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ. അപ്പോൾ ഈ സമയത്ത് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ്. നമ്മൾ ഈ പഞ്ചസാരയൊക്കെ ചേർക്കുമ്പോൾ അത് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. പിന്നെ പഞ്ചസാര നമ്മൾ പൊടിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അവരവരെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പക്ഷേ 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് പഞ്ചസാര എന്നുള്ള കണക്കിലാണ് എടുത്ത് നമ്മൾ പൊടിക്കേണ്ടത്. അതാണ് ഇതിൻ്റെ ശരിക്കുള്ള ആ ഒരു കൂട്ട്. അപ്പോൾ നമ്മൾ പഞ്ചസാര പൗഡർ ചേർത്ത് കൊടുക്കുമ്പം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അത് തണുക്കാനായി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ പഞ്ചസാര മുഴുവനായും ഒരിക്കലും ചേർക്കരുത്, പൊടിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ 3 മിക്സ് റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് ഒരു കെറ്റിലാണ്. ഇതുപോലുള്ള ഒരു കെറ്റിൽ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുത്താൽ മതി. ഇത് ഞാൻ നല്ല ഓഫറിൽ വാങ്ങിച്ചതാണ്. 1000-ൽ താഴെ വിലയുള്ളൂ കേട്ടോ. നല്ല ഓഫറുള്ള സമയത്ത് വാങ്ങിച്ചാൽ ചെറിയ വിലക്ക് തന്നെ നമുക്ക് ഈ കെറ്റിൽ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഇനി ഞാൻ ആദ്യം സീറയാണ് ഉണ്ടാക്കുന്നുള്ളത്. അത് 1 കപ്പ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മെഷറിങ് കപ്പിലെ ഏറ്റവും ചെറിയ കപ്പാണ് കേട്ടോ ഇത്. അത് ഞാൻ ഇനി ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറാണ് നമുക്ക് വേണ്ടത്. ഞാനൊരു ഗ്ലാസ് ജാറാണ് എടുത്തിട്ടില്ല. അതിലേക്ക് 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ ബട്ടർ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. 2 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുക. പക്ഷേ ഞാനിത് ആദ്യം തന്നെ 1 സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ മറന്നു പോയതാണ്. ഒരിക്കലും നിങ്ങൾ മറക്കരുത്. ഗ്ലാസ് ജാറാണെങ്കിൽ ആദ്യം സ്പൂൺ ഇട്ടതിന് ശേഷം മാത്രം തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ടൈറ്റായിട്ട് ഇതൊന്ന് മൂടി വെക്കാം. ഇതിൻ്റെ റിസൾട്ട് കൂടി ഞാൻ അവസാനം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി അടുത്തത് ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ ഉപ്പുമാവിൻ്റെ പ്രീമിക്സ് ഇതേ കപ്പിൽ 1 കപ്പ് ഞാൻ ഒരു ഗ്ലാസ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോന്നിനും എത്ര സമയം എടുക്കുന്നത് കൂടി ഞാൻ പറഞ്ഞു തരാം. 3നും വ്യത്യസ്ത സമയത്താണ് ഇത് റെഡിയായി കിട്ടുന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഇട്ടതിന് ശേഷം നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പുമാവിന് നമ്മൾക്ക് 1.25 കപ്പ് വെള്ളം മതിയാവും കേട്ടോ. 2 കപ്പ് ശരിക്കും വേണ്ട, 1.25 കപ്പ് വെള്ളം മതിയാവും. ഇപ്പോൾ അത് നമ്മളെടുത്ത് അതേ മെഷറിങ് കപ്പിൽ തന്നെ എടുക്കണം. ഇപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിലെടുക്കുന്നതാണ്, ഗ്ലാസ്സിൽ തന്നെ ഇതേ അളവിൽ വെള്ളം എടുത്താൽ മതി. 1 ഗ്ലാസ് ഉപ്പുമാവ് മിക്സ് എടുക്കുമ്പോൾ 1.25 ഗ്ലാസ് തിളച്ച വെള്ളം എടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നമുക്ക് ടൈറ്റായി മൂടി വെക്കാം. അടുത്തത് നമ്മൾക്ക് പോഹ മിക്സ് എടുക്കാം. അത് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് എല്ലാം തന്നെ നമ്മൾ കൊണ്ടുപോകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു സിപ്ലോക്ക് ബാഗ് എടുത്താൽ മതി. അതേപോലെ ചെറിയൊരു ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും കുട്ടികൾക്ക് കൊടുത്ത് വിട്ടാൽ മതി. അപ്പോൾ അവർക്ക് ശരിക്കും ഇതിൻ്റെ അളവ് കിട്ടും. അപ്പോൾ ഇതേപോലെ ഞാൻ 1 കപ്പ് അവൽ മിക്സ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചട്നി ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് അതിൽ തന്നെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഞാൻ ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയി, 1/2 കപ്പ് വരെ ആയി. അത്രയും വേണ്ട കേട്ടോ. അപ്പോൾ അവൽ പെട്ടെന്ന് റെഡിയാവും. എനിക്കിത് ഉപ്മാവ് ഉണ്ടാക്കിയപ്പം കുറച്ച് വെള്ളം കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1/4 കപ്പ് മതി. നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ തന്നെ 1/4 കപ്പ് മതി കേട്ടോ എടുക്കുന്ന അളവിന്. ഇപ്പോൾ ഇത് ഞാനെല്ലാം തന്നെ ഒരു സിപ്ലോക്ക് ബാഗിലേക്ക് ആക്കുന്നുണ്ട്. ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് കുട്ടികൾക്ക് കൊടുത്ത് വിടാം കേട്ടോ. എയർ ടൈറ്റായി വെക്കണം, എപ്പോഴും തണുക്കരുത്. അല്ലെങ്കിൽ നല്ല ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ തന്നെ കൊടുത്ത് വിടണം. എന്നാൽ മാത്രമേ ഇത് 3 മാസം വരെ നിൽക്കുള്ളൂ കേട്ടോ. പിന്നെ എടുക്കുന്ന ആ പാത്രത്തിലും ഒരിക്കലും നനവ് ഉണ്ടാവരുത്. ഡ്രൈ ആയിട്ടുള്ള പാത്രം ഉപയോഗിച്ച് തന്നെ ഇതിൽ നിന്ന് എടുക്കണം. സ്പൂണായാലും വേറെ ഗ്ലാസ് ആയാലും അത് ഡ്രൈ ആയിട്ട് തന്നെ വേണം കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
ഇപ്പോൾ ഇതാ 3 പ്രീമിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ജോലിക്കൊക്കെ പോകുന്ന വീട്ടമ്മമാർക്കും ഇത് ഉണ്ടാക്കി വെച്ചാൽ വളരെ എളുപ്പമാണ് കേട്ടോ. രാവിലെയൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഒരു 2 മിനിറ്റ് കൊണ്ട് അവൽ പോഹയും റെഡിയാവും. ഓഫീസിൽ പോകുന്നവർക്ക് മാത്രമല്ല കേട്ടോ, വീട്ടമ്മമാർക്കും ജോലി എളുപ്പമാവാൻ ഇതുപോലെ ഇത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി തുറന്ന് നോക്കാം. അപ്പോൾ ഇത് 2 മിനിറ്റ് സമയമായി. ഇപ്പോൾ ഈ അവൽ ഉപ്പുമാവ് എങ്ങനെയുണ്ട് നോക്കാം. ഇത് നന്നായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും അധികം തിരക്കുള്ള ദിവസം കുട്ടികൾ ഈ അവൽ ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ മതി. അതിൻ്റെ കൂടെ എന്തെങ്കിലും ഫ്രൂട്ട്സ് വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. ഇത് നന്നായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഈ മിക്സ് റെഡി ആക്കുമ്പോൾ കുട്ടികൾക്ക് മധുരം ഇഷ്ടമാണെങ്കിൽ നേരത്തെ നമ്മൾ സീറക്ക് ചെയ്ത പോലെ കുറച്ച് പഞ്ചസാര പൊടി ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. എപ്പോഴും പഞ്ചസാര പൊടിച്ചിട്ട് തന്നെ ചേർക്കണം. തണുത്തതിന് ശേഷം കേട്ടോ, ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചേർത്ത് മിക്സ് റെഡിയാക്കിയാൽ മതി. അടുത്തത് നമ്മൾക്ക് ഉപ്പുമാവ് നോക്കാം. ഇത് ഞാൻ 10 മിനിറ്റായി. നമ്മൾക്ക് ഉപ്പുമാവ് റെഡിയായോ നോക്കാം. ഉപ്പുമാവ് ഒരു 10-15 മിനിറ്റ് കൊണ്ട് റെഡിയാവും. ഇപ്പോൾ 10 മിനിറ്റ് ആകുമ്പോൾ ഞാൻ തുറക്കുമ്പോൾ തന്നെ ഇത് നന്നായി റെഡിയായി വന്നിട്ടുണ്ട് ഉപ്പുമാവ്. ഞാനിത് ആ പാത്രത്തിലേക്ക് മാറ്റി കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ വളരെ ടേസ്റ്റിയായ ഉപ്പുമാവും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായി വെന്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വളരെ ഈസിയായി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അടുത്ത് ഞാൻ സീറ കാണിച്ചു തരാം. സീറക്ക് കുറച്ചധികം സമയം വേണം കേട്ടോ. ഒരു 15 മിനിറ്റ് എന്തായാലും വേണം. എന്നാലാണ് സീറ നല്ല സോഫ്റ്റായി കിട്ടുക കേട്ടോ. ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഹോസ്റ്റലിൽ കൊണ്ടുപോകാൻ പറ്റുന്ന പലഹാരങ്ങളുടെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും. ഇതാ കണ്ടോ, നല്ല ടേസ്റ്റി സീറയാണ് കേട്ടോ. ഇത് ഞാൻ നന്നായി ഇളക്കി ഇതിലേക്ക് ഇട്ട് കാണിച്ചു തരാം. ഈ സീറ ഉണ്ടാക്കിയ ഉടനെ അല്ല കേട്ടോ, കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി സീറയാണ് കേട്ടോ. മധുരം കുറച്ച് കുറവാണ് ഇവിടെ എല്ലാവർക്കും വേണ്ടത്. അതുകൊണ്ട് ഞാൻ കുറച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കാം കുട്ടികൾക്ക്. 1 കപ്പിന് 1.5 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ച് ചേർത്താൽ മതി കേട്ടോ. ഇതാണ് സീറ. നല്ല സോഫ്റ്റ് സീറ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാം എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.